ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഫൊർഗീവ്നെസ് ചലഞ്ചിന്റെ 6ാം ദിവസമാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി നമ്മൾ ഒരു മനോഹരമായ യാത്രയിലൂടെയാണ് കടന്നുപോയത്. നമ്മുടെ വേദനയെ അംഗീകരിച്ചു, വികാരങ്ങളെ അനുഭവിക്കാൻ പഠിച്ചു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, സ്വയം ക്ഷമിക്കുവാൻ തുടങ്ങി, നമ്മൾ പിടിച്ചു വെച്ചിരുന്ന ഭാരങ്ങൾ താഴെ വെക്കാൻ തീരുമാനിച്ചു, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ഷമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയെ കുറിച്ചാണ്. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നടക്കുന്ന ലൈവ് ക്ലാസ്സിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. പലരും കരുതുന്നത് ഞാൻ ക്ഷമിച്ചാൽ വീണ്ടും പഴയ പോലെ ആകണമെന്നാണ്. ഞാൻ ക്ഷമിച്ചാൽ ആ വ്യക്തിയെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നാണ്. ഞാൻ ക്ഷമിച്ചാൽ സംഭവിച്ചതെല്ലാം മറക്കണം എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ക്ഷമിക്കുക എന്നാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ക്ഷമ എന്നത് തിരിച്ചുപോകലല്ല. ക്ഷമ എന്നത് മുന്നോട്ട് പോകലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നദി ഒരു ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴെങ്കിലും റിവേഴ്സ് ആയിട്ട് പിന്നിലേക്ക് ഒഴുകും? ഒരിക്കലും ഇല്ല. ആ നദി ഒഴുകുന്ന ദിശയിൽ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഒരു വൃക്ഷം അതിന്റെ ഉണങ്ങിയ ഇലകളെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും? ഇല്ല, ഉണങ്ങിയ ഇലകൾ താഴേക്ക് വീണു, താഴെ ഭൂമിയിലേക്ക് എത്തും, അല്ലേ? നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തോടെ എങ്ങനെ ഇല്ല എന്ന് പറയാം, കോപമില്ലാതെ എങ്ങനെ അകന്നു നിൽക്കാം, ക്ഷമിച്ചിട്ടും എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്നാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ഒരിക്കൽ വേദനിപ്പിച്ച ഒരു വ്യക്തി വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്താൽ നിങ്ങൾ എത്ര തവണ ആ വ്യക്തിക്ക് അവസരം നൽകും? 1 തവണ, 2 തവണ, 10 തവണ? പല നല്ല മനസ്സുള്ള ആളുകളും ഇവിടെ കുടുങ്ങിപ്പോകും. കാരണം അവർ കരുതുന്നത് എന്താ? ഞാൻ നല്ല മനുഷ്യനാണെങ്കിൽ സഹിക്കണം, ഞാൻ ആത്മീയ വ്യക്തിയാണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം സ്വീകരിക്കണം. പക്ഷെ ഇവിടെയാണ് നമുക്ക് വിവേകം വേണ്ടത്. നമ്മുടെ സ്നേഹത്തിനും ജ്ഞാനം ആവശ്യമാണ്. അതായത് നമ്മൾ തീയിൽ കൈവച്ചാൽ പൊള്ളും, അല്ലേ? അതിന്റെ അർത്ഥം തീയെ നമ്മൾ വെറുക്കണം, തീ ഉപയോഗശൂന്യമാണ്, തീ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്നാണോ? തീയെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വീണ്ടും കൊണ്ടുപോയി തീയുടെ ഉള്ളിൽ കൈ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനുള്ള വിവേകം നമുക്ക് ആവശ്യമാണ്, അല്ലെ? തീ നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം, ബാക്കി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷെ എന്ത് വേണം? നമ്മുടെ കൈ പൊള്ളാതിരിക്കാനുള്ള കരുതൽ നമ്മൾ എടുക്കണം, അല്ലേ? ഇതാണ് ഹെൽത്തി ബൗണ്ടറി. പലപ്പോഴും പലരും കൺഫ്യൂസ്ഡ് ആവുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ സ്നേഹത്തിനെയും സ്വയം നഷ്ടപ്പെടുത്തലിനെയും കൂടെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. സ്നേഹവും സ്വയം നഷ്ടപ്പെടുത്തലും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് ഞാൻ നിങ്ങളോട് പറയാം. അതായത് സ്നേഹം എന്നത് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു എന്നൊരു മെസ്സേജാണ് സ്നേഹം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. എന്നാൽ സ്വയം നഷ്ടപ്പെടുത്തൽ എന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ സന്തോഷത്തിനായി ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ത്യജിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്നേഹം എന്നത് അർത്ഥമാക്കുന്നത് ഞാൻ നിന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്വയം നഷ്ടപ്പെടുത്തലാണെങ്കിലോ, ഞാൻ എൻ്റെ ശബ്ദം അടച്ചുപൂട്ടി വെക്കുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല, നോ എന്ന് പോലും ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ സ്നേഹം എന്നത് നിനക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ, സ്വയം നഷ്ടപ്പെടുത്തൽ എങ്ങനെയാണ്? എൻ്റെ മുഴുവൻ ജീവിതവും ഞാൻ നിനക്കായി വിട്ടുതരുന്നു. അതായത് എൻ്റെ മുഴുവൻ ജീവിതത്തിലും ഞാൻ എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ട് നിന്നെ അനുവദിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്നത്, നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കണം, നമ്മൾ നോ പറയരുത്, നമ്മളെല്ലാം സഹിക്കണം, എല്ലാം നമ്മൾ സഫർ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നിടത്ത്, നിങ്ങളുടെ ആത്മാഭിമാനം തകരുന്നിടത്ത്, നിങ്ങളുടെ മൂല്യം അവഗണിക്കപ്പെടുന്നിടത്ത്, അവിടെ അതിരുകൾ എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്.
ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹത്തിന് വിരുദ്ധമല്ല, അല്ലെങ്കിൽ നോ എന്നുള്ളൊരു വാക്ക് നമ്മുടെ സ്നേഹത്തിന് ഒരിക്കലും വിരുദ്ധമല്ല. ചിലപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ മറുപടി പറയുന്നത് ഇല്ല എന്നായിരിക്കും. കാരണം അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നേക്കും. ഇല്ല, ഞാനിനി അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കില്ല. ഇല്ല, ഞാൻ എന്റെ സമാധാനം നഷ്ടപ്പെടുത്തില്ല. ഇല്ല, ഞാൻ വീണ്ടും അതേ മുറിവിലേക്ക് നടക്കില്ല. ഈ ഇല്ലകളെല്ലാം നമുക്ക് വേണ്ടതല്ലേ? ഈ ഇല്ല ഒരിക്കലും കോപത്തിൽ നിന്നല്ല വരുന്നത്. ഈ ഇല്ല വരുന്നത് നമ്മുടെ ആത്മാഭിമാനത്തിൽ നിന്നാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്, അല്ലേ? പലപ്പോഴും പലരും ഫൊർഗീവ് ചെയ്യാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാ. കാരണം ഇനിയും ഇനിയും ഞാൻ എന്നെ വേദനിപ്പിക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ് കൊണ്ടാണ്. അപ്പൊ ഇത് കേൾക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഒരാളോട് ക്ഷമിച്ചാല് അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെടണമെന്നുമില്ല. ചില ആളുകള് ജീവിതത്തിൽ വരുന്നത് ഒരു പാഠമായി മാത്രമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കും അവർ വന്നേക്കുന്നത്. അവരെ നമുക്ക് സ്നേഹത്തോടെ വിട്ടേക്കാം. അതല്ലാതെ അവരോട് നമ്മൾ പിന്നെയും പിന്നെയും കണക്ഷൻസ് വെച്ചോണ്ടിരിക്കണം എന്ന് ക്ഷമ പറയുന്നില്ല. അവരെ നമ്മൾക്ക് കൃതജ്ഞതയോടെ നമ്മളുടെ മനസ്സിൽ വെറുപ്പില്ലാതെ വിട്ടുകളഞ്ഞേക്കാം. അല്ലാതെ അവരെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ചില വാതിലുകൾ അടയുന്നത് നിങ്ങളുടെ നഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും ഒന്ന് പതുക്കെ കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കാം. തറയിലിരിക്കുന്നവർക്ക്, അല്ലാത്തവര് കാലുകൾ തറയിൽ മുട്ടിച്ചു വെക്കുക. കസേരയിലിരിക്കുന്നവര് നടുനിവർത്തിയിരിക്കുക. നന്നായിട്ട് നീട്ടി ഒരു ശ്വാസം എടുക്കുക. മെല്ലെ ശ്വാസം വായിലൂടെ ഊതി പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു മനോഹരമായ തോട്ടത്തിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ തോട്ടം നിങ്ങളുടെ മനസ്സാണ്. അവിടെ ചില മനോഹരമായ പൂക്കളുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ. അത് നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ സമാധാനമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആ തോട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളൊരു ഗേറ്റും കൂടെ കാണുക. ആ തോട്ടത്തിന് ചുറ്റും ഒരു മതിലും അവിടെ ഒരു ഗേറ്റും കൂടെ കാണുക. ആ ഗേറ്റ് നിങ്ങളുടെ ബൗണ്ടറിയാണ്. ആ ഗേറ്റ് നിങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അകത്ത് വരാൻ നിങ്ങൾ പറയുന്ന അർഹതയുള്ളവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക, എൻ്റെ സമാധാനം വിലപ്പെട്ടതാണ്, എൻ്റെ ഹൃദയം വിലപ്പെട്ടതാണ്, ഞാൻ സ്നേഹത്തോടെ അതിനെ സംരക്ഷിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഞാൻ ക്ഷമിക്കുന്നു, പക്ഷേ ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ എൻ്റെ മൂല്യം മറക്കുന്നില്ല. ഞാൻ കരുണ കാണിക്കുന്നു, പക്ഷേ ഞാൻ മുറിവേൽക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ മുന്നോട്ടു പോകുന്നു, സമാധാനത്തോടെ, ആത്മാഭിമാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ. ഇനി നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഒന്ന് നന്നായി കൂട്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ കണ്ണുകളിൽ വെച്ചിട്ട് നിങ്ങളുടെ മുഖമൊന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ണുകൾ തുറക്കുക സമാധാനത്തോടെ. നാളെ നമ്മുടെ അവസാന ദിവസമാണ്. ഒരു പുതിയ തുടക്കത്തിന്റെ ദിവസം, ഒരു പുതിയ ഹൃദയത്തിന്റെ ദിവസം, ഒരു പുതിയ ജീവിതത്തിന്റെ ഒക്കെ ദിവസമാണ് നാളെ. കാരണം യഥാർത്ഥ ക്ഷമയുടെ അവസാനം വെറും ക്ഷമയല്ല, ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.